വെയിറ്റ് ഒക്കെ ഉണ്ട്, നിന്റെ പോലെ ചെറുതല്ല. ഹൈറ്റിനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ എത്തിക്കൊണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചോളാം. ഹൈറ്റിനെ പറ്റി പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. നിറത്തിന്റെ ശരീരപ്രകൃതിയുടെ പേരിൽ ആളുകളെ കളിയാക്കുന്ന പലർക്കും ഇപ്പോഴും തമാശയാണ്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ആളുകൾ എന്നോട് എപ്പോഴും കാണാൻ വെച്ച് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ ഒന്നും കഴിക്കുന്നില്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ തിരിച്ചു ചോദിക്കണ പോലെ തമാശിച്ചല്ലേ എന്ന് പറയും. അപ്പൊ ഈ ബോഡി ഷെയ്മിങ് നടത്തുന്നവരെ അറിയാൻ അത് തമാശയല്ല, ഇനി കൂടുതൽ തമാശ വേണ്ടെന്നാലും. ബോഡി ഷെയ്മിങ് ഇനി കുറ്റകൃത്യമാണ്. ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അതിനെക്കുറിച്ചിട്ട് ബാക്കി മരിയ മരുതോലിയിൽ പറയും. പാർവതി, ഇങ്ങനെ നിറമില്ല, പൊക്കമില്ല, വണ്ണമില്ല, മുടിയില്ല തുടങ്ങി പലതരത്തിലാണ് ഇപ്പോൾ ബോഡി ഷേവിങ്ങുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ വളരെ നോർമൽ എന്ന് തോന്നിച്ചാലും അത് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുന്നവർക്ക് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരാളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെയൊക്കെ കളിയാക്കുമ്പോൾ. വെറുതെ തമാശയ്ക്ക് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നവരോടാണ് സൂക്ഷിച്ചാൽ അഴി എണ്ണാതിരിക്കാം. രാജ്യത്ത് ആദ്യമായി ബോഡി ഷേവിംഗ് റാഗിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യമായി കാണാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. മെലിഞ്ഞിട്ടാണ്, ഈ വസ്ത്രം ചേരില്ല, വണ്ണമുണ്ട്, ആ വസ്ത്രം ചേരില്ല തുടങ്ങിയ കമന്റുകളൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇതിന് ഇരയാകുന്നവർ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ട്രോമ ഇത്തരം തമാശ പറയുന്നവർക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. ബോഡി ഷേമിങ്ങിനെ ഒരു തമാശയായി കാണിക്കാൻ, അങ്ങനെ മാത്രം കാണിക്കാൻ നമ്മുടെ സിനിമകളും റിയാലിറ്റി ഷോകളും ഒക്കെ കാരണമായിട്ടുണ്ട് എന്നതും ഒരു സത്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ ശരീര സൗന്ദര്യം നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ